ഹലോ യൂട്യൂബ്. നമ്മളിപ്പോൾ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനിങ്ങോട്ട് വരുന്നതും. പിന്നെ ഇതിൻ്റെ തപ്നയിൽ കണ്ടവർക്ക് അറിയായിരിക്കും എന്താണിത് സംഭവം. ഇന്നത്തെ വിഷയം എന്തെന്ന് വെച്ചാൽ ഈ ഇവിടെ വരുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്ലോവാക്യ, സ്ലൊവേനിയ പോലത്തെ കൺട്രികളുണ്ടല്ലോ. ഇവിടെ വരുന്നതിന് മുമ്പേ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ. അതിനു വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലൂടെ തുടങ്ങാം. ആദ്യം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് എന്തായാലും തുടങ്ങാം. കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്കറിയാവുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വന്ന കുറേ പേരുണ്ട്. ഇപ്പം തന്നെ കുറേ ആൾക്കാരെ നമ്മൾ കണ്ട് പരിചയപ്പെട്ടു. അവരുമായിട്ട് സംസാരിച്ച് അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചിട്ടുള്ള ഒരു ഇതായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം വിഷയം എന്തെന്ന് വെച്ചാൽ ആദ്യം നമുക്കിവിടെ ഒരു വിസയുടെ ഇത് വരുമ്പോൾ ഇപ്പോൾ ആരെങ്കിലും വഴിയായിരിക്കും, ചിലപ്പോൾ ഫ്രണ്ട്സ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വല്ല ആഡും കണ്ടിട്ടായിരിക്കും ചിലർ ചെയ്യുന്നത്. ചിലർ എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തെറ്റിയൊക്കെ വരും. ഇങ്ങനെ ഒരു വിസ ഉണ്ട്, യൂറോപ്പിൽ സ്ലോവാക്യ എന്ന് പറഞ്ഞ കൺട്രിയാണ്. പലരും കേട്ടിട്ടുണ്ടാകത്തില്ല ഇങ്ങനെ ഒരു കൺട്രിയെ പറ്റി. ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും. ചിലർ യൂറോപ്പ് ഒന്ന് കേൾക്കുമ്പോഴായിരിക്കും വരുന്നത്, യൂറോപ്പാണല്ലോ, യൂറോപ്പിലൊരു കൺട്രിയാണല്ലോ. പക്ഷേ യൂറോപ്പ് വൈബ് പലയിടത്തും ഇല്ല. പല സ്ഥലത്തും പോകുമ്പോൾ യൂറോപ്പ് ആണെന്നേ തോന്നാത്ത രീതിയിലുള്ളൊരു സ്ഥലമാണിത് സ്ലോവാക്യ. സ്ലൊവേനിയയുടെ കാര്യം വേറൊരു ഇതാണ്. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം അവൻ പരിതാപകരമെന്നാണ് പറയുന്നത് അവിടുത്തെ അവസ്ഥ. അവൻ പറയുന്നത് മാക്സിമം അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ വിലയുണ്ട്. അപ്പം ആദ്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ആദ്യം ഇങ്ങനെ ഇത് കണക്ക് വിസ വന്നപ്പോൾ ഫസ്റ്റത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് അവർ പറഞ്ഞ് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് ഇൻ്റർവ്യൂവിൽ കിട്ടിയാലേ അടുത്ത ഇതിലോട്ട് പോവുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര വലിയ ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ ഇതാണെങ്കിൽ സ്ലൊവേനിയയുടെ കാര്യം ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, സ്ലൊവേനിയൻ്റെ ഫ്രണ്ട് പോയി. അപ്പോൾ അവൻ എനിക്ക് ഇതാണെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പം അവൻ കുറേ ലിസ്റ്റിൽ ഇതൊക്കെ അയച്ചു തന്നു. ഇങ്ങനെ ഇതൊക്കെ പഠിക്കണം, ഇൻട്രൊഡക്ഷൻ പഠിക്കണം, അത് പഠിക്കണം. പക്ഷേ ഈ ഇൻ്റർവ്യൂ വന്നപ്പോൾ ഒന്നുമില്ല. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരാളാണ് ഇൻ്റർവ്യൂ എടുത്തത്. പുള്ളി ഫേസ് ഒന്നും കാണിച്ചില്ല, ചുമ്മാ ഒരു വീഡിയോ കോൾ കണക്കെ വന്നു. ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ വലിയ ഇൻ്റർവ്യൂ ആയിരിക്കും, സെറ്റ് ആയിരിക്കും എന്ന്. പക്ഷേ ഇൻ്റർവ്യൂവിൽ ഒന്നുമില്ല. എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്തത്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഹൈറ്റ് എത്ര, അങ്ങനെയുള്ള കാഷ്വലായിട്ടുള്ള വലിയ ഇതൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻസ് ചോദിച്ച് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇത് ചുമ്മാ അവർ ചോദിച്ച് തീർത്തായിരിക്കും. അടുത്ത അവർ പറഞ്ഞത് ഇതൊരു മോക്ക് ഇൻ്റർവ്യൂ ആണ്. അടുത്തതിൽ അവിടുത്തെ ആൾക്കാരാണ്, കമ്പനിയുടെ എന്തോ ആൾക്കാരൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരി, നമ്മൾ പറഞ്ഞാൽ ശരി, ഓക്കെ നോക്കാം. അപ്പോൾ നോക്കിയപ്പം അടുത്ത ഇൻ്റർവ്യൂ വന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏജൻസി ഉണ്ട്. നമുക്ക് നാട്ടിലൊരു ഏജൻസി വരും. നാട്ടിൽ നമുക്ക് വിസ തരുന്ന ഏജൻസി, അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഏജൻസി വരും. അപ്പോൾ അവരാണ് കറക്റ്റ് നമ്മളെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പം അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവരും കമ്പനിയുടെ ആളാണെന്നുള്ള രീതിയിൽ അതെനിക്കറിയില്ല, ചിലപ്പോൾ കമ്പനിയുടെ ആളാവാം, ചിലപ്പോൾ ഏജൻസിയുടെ തന്നെ ആളാവാം. അപ്പോൾ അവർ രണ്ടുപേരും, പിന്നെ ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഇൻ്റർവ്യൂ ചെയ്തില്ലേ, പുള്ളി ഫീസ് കാണിച്ചിട്ടില്ല. അപ്പോൾ മറ്റവർ രണ്ടുപേരും ഫേസ് വീഡിയോ കോൾ വരുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഇൻ്റർവ്യൂ. അപ്പോൾ അത് കിട്ടി. അതപ്പം ഇൻ്റർവ്യൂ ചെയ്തു. അതും ഇത് കണക്കത്തെ സെയിം ക്വസ്റ്റ്യൻസ്, വേറെ ഒരു വ്യത്യാസമില്ല. സെയിം ക്വസ്റ്റ്യൻസ്. ഹൈറ്റ് ഇത്രയേ ഉള്ളൂ. ഹൈറ്റ് 172 സെൻറ്റിമീറ്റർ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് അതിനേക്കാളും കൂടുതൽ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല, കറക്റ്റ് ഹൈറ്റ് പറഞ്ഞു. ഹൈറ്റ് കുറവാണെങ്കിലും അത് പറയാനൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളത് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു, അത് കിട്ടിയെന്ന് പറഞ്ഞു. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സബ്മിറ്റ് ചെയ്യണമല്ലോ, വിസ സബ്മിഷനുണ്ട്. അപ്പം സബ്മിഷന് പോകണം. അപ്പോൾ അതിൻ്റെ ഡേറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കുറേ നാളെടുത്ത്. അങ്ങനെ ഒരു വർഷം ആയില്ല, ഒരു വർഷം അടുപ്പിച്ച് ആ ഒരു ടൈം ആയപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഡേറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് ക്യാഷ് കൊടുത്തു, ചെറിയൊരു രീതിയിലുള്ള ക്യാഷ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത വിസ സബ്മിറ്റ് ചെയ്യാൻ പോയി. വിസ സബ്മിഷൻ കിട്ടിയത് BLS ഡൽഹിയിലാണ്. അപ്പോൾ നമ്മൾ അതും അതിനടുപ്പിച്ചായ ഒരു ഡേറ്റ് അല്ല, രണ്ട് മാസം മുമ്പേ പറഞ്ഞായിരുന്നു ഇന്ന ഡേറ്റിലാണ് ഇത് വരുന്നതെന്നുള്ളൊരു ഇതൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒരു ഇത് വരില്ല, നമ്മൾ പാസ്പോർട്ട് ഓഫീസിലൊക്കെ ഇതെടുക്കൂല, ഡേറ്റ് എടുക്കുമ്പോഴേക്കും പോകുന്ന ആ ഒരു രീതിയിലുള്ള അത്. പക്ഷേ അതേയല്ല, ആ ഒരു ഫോർമാറ്റിൽ വരും, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പം അവരുടെ രീതിയിലുള്ള ആ സാധനം തന്നു, അയച്ചു തന്നു. അതിൻ്റെ സോഫ്റ്റ് കോപ്പി കയ്യിലുണ്ട്. അപ്പോൾ അതും വെച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ വേറെ ഒന്നും എടുക്കണ്ട, പാസ്പോർട്ട് എടുക്കുക, പിന്നെ ഇതെടുക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നേരെ എന്ത് ചെയ്തു, നേരെ വെച്ചൊരു പോക്ക് പോയി. അവിടെ പോയപ്പോഴേക്കും അവിടെ നിന്ന് ഒരാൾ വന്നു. പുള്ളിയുടെ കയ്യിൽ ഫുൾ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടേ ഇല്ല, കുറേ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ
ബാങ്കിൻ്റെ ഒരു സെറ്റപ്പ്, ഇൻഷുറൻസ്, പിന്നെ നമ്മളിവിടെ വന്നിട്ട് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് എന്നുള്ളത്, പിന്നെ വർക്ക് പെർമിറ്റൊക്കെ സാധാരണ വരാറുണ്ട്. എൻ്റെ കയ്യിൽ തന്നില്ലായിരുന്നു. വർക്ക് പെർമിറ്റ് അവർ ഡയറക്റ്റ് അയച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ മിക്കവർക്കും വർക്ക് പെർമിറ്റൊക്കെ കയ്യിൽ കൊടുക്കുന്നതുണ്ട്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ അതേ ഏജൻറ്റ് വഴി വേറൊരു പയ്യൻ പോയായിരുന്നു. പുള്ളിയുടെ ഈ സംഭവം കയ്യിൽ കൊടുത്തില്ല. അത് അവർ ഡയറക്റ്റ് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അതങ്ങനെയാണ് നമ്മുടെ VFSലായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ മെയിൽ അയക്കുക, അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോൾ അവർ ഡയറക്റ്റ് അയച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് VFSലും. BLSൽ അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരിക്കും. അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറേ കഴിഞ്ഞിട്ട് വിസ നമുക്ക് അടിച്ച് കിട്ടി. അപ്പനെ വിസ അടിച്ചു. സാധാരണ ആ ഒരു ടൈം എനിക്ക് വിസ അടിക്കുന്നതിന് 1 മാസം മുമ്പ് വരെ 1 ഇയർ വിസയൊക്കെ അടിച്ചു കൊടുക്കും. 1 ഇയർ വിസയൊക്കെ അടിക്കും. അങ്ങനെ ഒരു സെറ്റപ്പ്. പക്ഷേ 1 ഇയർ വിസയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ടൊരിതുണ്ട്, ബയോമെട്രിക്സ് പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് കാർഡ് കിട്ടാൻ ലേറ്റ് ആവുമെന്നാണ് പറയുന്നത്. കറക്റ്റ് അറിയത്തില്ല, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയത് 3 മന്ത്സ് വിസയാണ്. അപ്പോൾ അത് വെച്ചിട്ട് അവർ നമ്മളെ ഇവിടുത്തെ ഏജൻസി പെട്ടെന്ന് വിസയുടെ മറ്റേ കാർഡിൻ്റെ പരിപാടി എല്ലാം ചെയ്യും. അങ്ങനെ ഒരു സെറ്റപ്പ്. അത് വിസ തീർന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം എനിക്ക് വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഡേറ്റ് കിട്ടി. ഇവിടുത്തെ ബയോമെട്രിക്സിന് ഡേറ്റ് ഉണ്ട്. അത് കിട്ടുന്ന അതിന് തൊട്ട് മുമ്പുള്ള ദിവസമോ അങ്ങനെ എന്തെങ്കിലും വരുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ജോലി കിട്ടുന്നവരെയുള്ള ചിലവ് എല്ലാം നമ്മൾ നോക്കണം. റൂമിൻ്റെ ആയാലും ഫുഡിൻ്റെ ആയാലും അങ്ങനത്തെ എല്ലാ സെറ്റപ്പും നമ്മൾ നോക്കണം. അതുകൊണ്ട് ടൈമിന് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ഇത് കണക്ക് ഡേറ്റ് വിസ കിട്ടി. അപ്പോൾ ഫുൾ പൈസ കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഡേറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഒക്ടോബറിലാണ് വിസ വന്നത്. നവംബറിലാണ് വിസ വന്നത്. നവംബർ 5-ാം തീയതി തൊട്ട് വിസ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് 3 മാസത്തെ വിസയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡേറ്റ് കിട്ടിയത് ഡിസംബറിലാണ്. ഡിസംബറിൽ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഡിസംബറിലൂടെ ഹോളിഡേയും കാര്യങ്ങളുമാണ്, വിൻ്ററാണ്, തണുപ്പാണ്, അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ആ ഡേറ്റ് കിട്ടിയാൽ നമുക്ക് വന്നേ പറ്റുള്ളൂ. അപ്പം ഡേറ്റിന് കുറച്ച് നാൾക്ക് മുമ്പേ ഞാൻ കയറി എത്തി ഇവിടെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അതിന് മുമ്പേ തൊട്ട് തലേ ദിവസം മുമ്പേ അങ്ങനത്തെ സെറ്റപ്പ്. അപ്പോൾ വന്നപ്പോൾ തന്നെ അവർ ഇവിടെ ഇറങ്ങി. ആ ഒരു വീഡിയോ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം കാണുക. കണ്ടിട്ട് ഇത് കാണുന്നതാണ് നല്ലത്. എന്നാലേ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പം എത്തി. ഇവിടെ നേരെ വിളിച്ചപ്പോൾ തന്നെ ഒരു റൂം വിളിച്ച് ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോഴേ ബസ് ബുക്ക് ചെയ്തെന്ന്. എന്ന് വെച്ചാൽ വേറൊരു സെറ്റപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വിയന്ന എയർപോർട്ട് ഉണ്ട് ഇവിടെ. വിയന്ന എയർപോർട്ടിലോട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വില കുറവാണ്. അതും നമുക്ക് ഡേറ്റ് കിട്ടി. അതിന് എന്ന് വെച്ചാൽ BLS ബയോമെട്രിക്സിന് ഡേറ്റ് കിട്ടി. ഇതിനടുപ്പിച്ചുള്ള ഡേറ്റ് എടുക്കുക വരാൻ വേണ്ടി. എടുത്തിട്ട് നമുക്ക് നേരത്തെ പറയും ഒരു ഡേറ്റ്, ഇന്ന ദിവസമാണ് നമുക്ക് ഡേറ്റ് കിട്ടിയെന്ന്. അപ്പം നേരത്തെ ആ സമയത്ത് തന്നെ ടിക്കറ്റ് എടുക്കുക. കാരണം ഡേറ്റ് അടുക്കും തോറും റേറ്റ് കൂടി വരും. അപ്പം നേരത്തെ ആ ടിക്കറ്റ് എടുക്കുക. അപ്പം ചിലപ്പം നമുക്ക് ഈ 30-നകത്ത് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതും മാക്സിമം എത്ര വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റുമോ ആ ഒരു രീതിയിലുള്ള ടിക്കറ്റ് എടുക്കുക. മാക്സിമം ഞാൻ കൊണ്ടുവന്നൊരു 50 കിലോ കൊണ്ടുവരാൻ പറ്റും. 40 കിലോ ചെക്കിനും മറ്റേ ക്യാബിൻ 10 കിലോ അങ്ങനെയാണ് വന്നത്. അപ്പം മാക്സിമം ആ രീതിയിലുള്ള എടുക്കുക. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് അങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളത്. അപ്പം അങ്ങനെ വന്നു, ഇറങ്ങി അവരപ്പം തന്നെ റൂം സെറ്റ് ചെയ്യുന്നു. റൂമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇത്ര രൂപ റൂമിന് കൊടുക്കണം, റെൻറ്റ് കാര്യം എല്ലാം പറഞ്ഞു. അപ്പം തന്നെ അന്ന് തന്നെ സ്റ്റേ എല്ലാം സെറ്റായി, അക്കോമഡേഷൻ എല്ലാം സെറ്റായി. അപ്പോൾ 2 പേരുള്ള റൂമാണ്. അങ്ങനെയാണ് മാക്സിമം 2 പേര് 3 പേരൊക്കെ ഉള്ള റൂമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അങ്ങനെ അവർ സെറ്റ് ചെയ്ത് തരും. അതൊന്നും വേറെ വിഷയമൊന്നുമില്ല. പിന്നെ നമ്മളോട് ഇവിടുത്തെ ഏജൻസിക്കുള്ള ഇതെന്ന് വെച്ചാൽ ഇവർ ഒരു വിസ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഒരു നാട്ടിൽ ഏജൻസിക്ക് കൊടുക്കും. ചിലപ്പോൾ അവർ വഴി വേറെ ആൾക്ക് കൊടുക്കും. പുള്ളി വഴിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം റേറ്റ് വ്യത്യാസം വരും. ഇപ്പം എനിക്ക് ഇത്ര രൂപയായിരിക്കും, ചിലപ്പോൾ അടുത്ത ആൾക്ക് ആ റേറ്റ് അല്ലായിരിക്കും. ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് ഈ റേറ്റ് പറഞ്ഞു, ഞാൻ വേറെ ആൾക്ക് വിസ കൊടുക്കുകയാണ്. അപ്പം അയാൾക്ക് ഞാൻ ചിലപ്പോൾ എൻ്റെ ലാഭം എടുത്തിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു വ്യത്യാസമുണ്ട്. പക്ഷേ അതിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇയാൾക്ക് ഈ പൈസ കൊടുത്ത് പുള്ളി എത്ര രൂപയാണോ ഇവിടുത്തെ ഏജൻസിക്ക് കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും നമുക്കുള്ള ഇവിടുത്തെ ഒരു ജോലി കിട്ടുന്നതും അങ്ങനത്തെ ഒരു കുറേ സെറ്റപ്പൊക്കെ വരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് വിസ തരുന്ന ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് പരിപാടി, ഈ ഒരു സെറ്റപ്പൊക്കെ എങ്ങനെയാണ്, ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇതൊക്കെ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രോസസ്സ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നായിരിക്കും ഇതിൻ്റെ ഡേറ്റ്, BLS ഇപ്പോൾ ഡേറ്റ് കിട്ടും, അതിൻ്റെ ഡേറ്റ് മറ്റേ
ഇവിടുത്തെ ബയോമെട്രിക്സിൻ്റെ എന്ത് ഡേറ്റ്, എപ്പോൾ ഡേറ്റ് കിട്ടും, അങ്ങനെ എല്ലാം സംസാരിച്ച് എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് വരാൻ നോക്കുക. അപ്പം ഞാൻ ഇവിടെ എത്തി. ഇവിടുത്തെ കുറേ കഴിഞ്ഞ് ഡേറ്റ് കിട്ടി. ഡേറ്റ് കിട്ടിയെന്ന് വെച്ചാൽ ഫസ്റ്റ് എനിക്ക് 8-ാം തീയതി ഡേറ്റ് പറഞ്ഞു. അന്ന് പോകണ്ട, അത് കഴിഞ്ഞ് പുതിയൊരു ഡേറ്റ് തന്നു, 12-ാം തീയതി എന്ന് പറഞ്ഞ് അടുത്ത ഡേറ്റ് തന്നു. അത് സാധാരണ ഇവിടെ നേരത്തെ കൂട്ടി ഡേറ്റ് ഒക്കെ എടുത്ത് അങ്ങനത്തെ എന്തോ സെറ്റപ്പൊക്കെയാണ്. പക്ഷേ മാറ്റി, എന്താണെന്ന് അറിയത്തില്ല എങ്ങനെ മാറ്റിയപ്പോൾ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ ഡേറ്റ് മാറ്റിയെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും, അവർ നേരത്തെ കൂട്ടി എടുക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇവിടെ ഉള്ളവർക്കൊക്കെ. നമ്മുടെ കൂടെ കുറേ പേരുണ്ട്. അപ്പം അങ്ങനെ ഡേറ്റ് കിട്ടി, വേറെ ദിവസമാണ്. അങ്ങനെ പോയപ്പോഴും ഞാൻ വിചാരിച്ച് ഇവിടെ നേരത്തെ എൻ്റെ കൂടെ വന്ന പുള്ളിക്ക് രാവിലെ പോയിട്ട് പുള്ളി രാവിലെ 10 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. പുള്ളി ഇറങ്ങുന്നത് 3 മണിക്കാണ്. അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുപോയി, കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടാണ് എല്ലാം ചെയ്തത്. അവിടെ കുറച്ച് പണിയാണ്. ഞാൻ പോയപ്പോഴും നല്ല തിരക്കായിരുന്നു. പക്ഷേ ഈ നമ്മളെ ഇവിടുത്തെ ഏജൻസിയുടെ ഒരാൾ വന്നു, അകത്ത് പോയി സംസാരിച്ച് എല്ലാം ഡീൽ ചെയ്തു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു 20 മിനിറ്റിനകത്ത് എൻ്റെ ഫുൾ പരിപാടി കഴിഞ്ഞു. പുള്ളിക്കാരി അകത്ത് പോയി സംസാരിച്ചു, ഇറങ്ങി വന്ന് എന്നെ വിളിച്ച് നേരെ പോയി 2-3 സൈനൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അതിൻ്റെ കോപ്പിയൊക്കെ എടുത്തു. പിന്നെ വേറെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങൂലേ, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിയന്ന എയർപോർട്ടിൽ നമുക്ക് സ്റ്റാമ്പ് ചെയ്യുന്നില്ല, നമ്മളിവിടെ അറൈവലിൻ്റെ സ്റ്റാമ്പിൽ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇതുണ്ടല്ലോ, ഗേറ്റ് പാസും മറ്റേ ടിക്കറ്റും കയ്യിൽ വച്ചിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി ആയാലും മതി വച്ചിരിക്കുക. കാരണം അതുകൊണ്ട് അവരവിടെ ചോദിക്കും, ഈ ബയോമെട്രിക്സിന് പോകുമ്പോൾ അവർ ചോദിക്കും, ഒന്നിൽ അയച്ചു കൊടുക്കുക, മെയിൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കുക, എന്ത് കയ്യിൽ നമ്മുടെ ഒരു മറ്റേ ഹാർഡ് കോപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്താലും മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ചെയ്യുക, അത്രയേ ഉള്ളൂ പരിപാടി. അത് കഴിഞ്ഞിട്ട് നേരെ ഇപ്പം നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും. എന്ന് വെച്ചാൽ അപ്പോൾ ഒരു നല്ല നമ്മുടെ ഡ്രസ്സ് കുറച്ച് നന്നായിരിക്കും. കാരണം ആ ഫോട്ടോ നമ്മൾ അപ്പം എടുക്കുന്ന ഫോട്ടോയാണ് നമ്മുടെ കാർഡിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പോവുക. എന്തായാലും ജാക്കറ്റ് മസ്റ്റാണ്. ഞാൻ വന്ന ടൈം തണുപ്പായിരുന്നു, അതുകൊണ്ട് ജാക്കറ്റ് എന്തായാലും ഇട്ടേ പറ്റുള്ളൂ. സമ്മർ ടൈമായിരുന്നു വരുന്നതെങ്കിൽ കുഴപ്പമില്ല, ജാക്കറ്റൊന്നും ഇടത്തില്ല ആൾക്കാർ. സാധാരണ നമ്മൾ ഇടുന്ന കണക്കത്തെ ഡ്രസ്സൊക്കെ ഇട്ട് തന്നെയാണ് പുറത്തിറങ്ങുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു വിഷയമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് എല്ലാം കഴിഞ്ഞ് ആ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുക. ബയോമെട്രിക്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലിക്ക് കയറുന്ന ഈ കാർഡ് വരണം. 24 ദിവസമാണ് ഇവർ പറയുന്നത്. പക്ഷെ അറിയത്തില്ല, എനിക്ക് ഇതുവരെ കാർഡ് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല, കാർഡ് കിട്ടിയിട്ട് പറയാം. എന്തായാലും ഇപ്പോൾ ഹോളിഡേ ആണ്. ഈ 19-ാം തീയതി തൊട്ട് അടുത്ത മാസം 7-ാം തീയതി വരെ, ജനുവരി 7 വരെ ഇവിടെ ലീവാണ്. അത് കഴിഞ്ഞിട്ടേ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പറയാം എനിക്ക് കാർഡ് കിട്ടിയ കാര്യവും ബാക്കിയെല്ലാം ഞാൻ എന്തായാലും വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പം വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ അതിന് മുമ്പ് കാർഡ് കിട്ടുന്നതിന് മുമ്പേ ജോലി സെറ്റ് തരുന്നവരുണ്ട്. എന്തായാലും എനിക്ക് 7-ാം തീയതി കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ, ഹോളിഡേ ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് കാർഡ് കിട്ടുന്നതിന് മുമ്പേ ചിലർക്ക് ജോലി സെറ്റ് ചെയ്ത് കൊടുക്കും. കാർഡ് കിട്ടിക്കഴിഞ്ഞ് സെറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പാർട്ട് ടൈം ജോലി ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ബോൾട്ട് ഓടാം, വേറെ ജോലി കണക്ഷനൊക്കെ കുറേ വരും, അപ്പോൾ ജോലിയൊക്കെ കിട്ടും. അതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. ജോലി ഇപ്പോഴും സെറ്റാക്കി തരാൻ വേണ്ടി ആൾക്കാർ നിൽപ്പുണ്ട്. പക്ഷേ വേറെ വിഷയം വരാൻ പോകണമെന്ന് വെച്ചാൽ, ഈ ബോൾട്ട് ഓടുമ്പം നമുക്ക് കാർഡ് വേണം. കാർഡില്ലെങ്കിൽ ഫൈനാണ്. ഓക്കെ, പോട്ട് കാർഡില്ലാതെ 3-4 മാസത്തോളം ഓടുന്നവർ ഇവിടെ ഉണ്ട്, അത് വേറെ കാര്യം. അത് കഴിഞ്ഞ് കാർഡ് ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ അവർ ചോദിക്കും ഇൻഷുറൻസ് എവിടെ. ബോൾട്ട് ഓടാൻ ഒരു സ്പെഷ്യൽ വേറെ ഇൻഷുറൻസ് വേണം. അതിൻ്റെ നമുക്ക് ജോലി മറ്റേ കമ്പനിയിൽ ജോലി സെറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതിന് ഇൻഷുറൻസ് അല്ലാതെ എടുക്കണം, അത് വേറെ വള്ളിയാണ്. അപ്പം നമുക്ക് ഈ കാർഡും പിന്നെ ഈ കറക്റ്റ് നമ്മുടെ അതിനകത്ത് അഡ്രസ്സ് കറക്റ്റ് കുറേ പരിപാടികളുണ്ട്. അത് തന്നെ ഒരു വേറെ വീഡിയോ ചെയ്യാനുള്ളതുണ്ട്, ഈ കാർഡിൻ്റെ കാര്യങ്ങൾ. അപ്പം ഈ കാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇതിപ്പോൾ മനസ്സിലായല്ലോ, കാർഡ് കിട്ടുക, അത് കഴിഞ്ഞ് ഒരു ജോലി സെറ്റ് ചെയ്യും, ജോലിക്ക് കയറുക, അത്രേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെ കൊണ്ടുപോകാം. അപ്പം ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കിട്ടും. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടും, പക്ഷേ അതിൻ്റെ ആയിട്ടുള്ള പൈസ കൊടുക്കണം. പിന്നെ മെയിനെന്ന് പറഞ്ഞാൽ നമ്മൾ വിൻ്റർ ടൈമാണ് വരുന്നതെങ്കിൽ ഒരു ജാക്കറ്റ്, നല്ലൊരു ജാക്കറ്റ് കരുതിക്കൊള്ളുക. ഞാൻ ഒരെണ്ണമെന്ന് പറഞ്ഞാൽ ഞാൻ 3 എണ്ണം കൊണ്ടുവന്നായിരുന്നു, അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വില കുറവാണ്. ജാക്കറ്റിന് ഡ്രസ്സ് ഐറ്റംസ് എല്ലാം ഒരു നമ്മുടെ അവിടുത്തെ അതേ റേറ്റ് ഒക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ക്യാഷ് കൊണ്ടുവന്നാൽ ഇവിടെ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ അവിടെ നിന്ന് മേടിച്ചിട്ട് വരുന്നെങ്കിൽ ഓക്കെ. അങ്ങനെ ഡ്രസ്സ് അങ്ങനെ മേടിക്കേണ്ടെന്ന് ഉദ്ദേശിച്ച കാരണം എന്ന് വെച്ചാൽ ഇവിടെ പൊടി ഐറ്റംസ് പിന്നെ ഈ പാത്രം അങ്ങനത്തെ പരിപാടിക്കൊക്കെ നല്ല റേറ്റാണ്. നല്ല റേറ്റ് എന്ന് പറഞ്ഞാൽ താങ്ങത്തില്ല മക്കളെ, അത്ര റേറ്റാണ്. പൊടി ഐറ്റംസും അങ്ങനത്തെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം മാക്സിമം കൊണ്ടുവന്നിട്ട്
ഡ്രസ്സ് കുറച്ച് കുറയ്ക്കുക. ഡ്രസ്സ് ഇവിടെ വന്ന് വാങ്ങാമെന്നേ ഉള്ളൂ. ജാക്കറ്റ് ആയാലും അത് തന്നെ. ഇവിടെ വന്നിട്ട് വാങ്ങാമെന്നേ ഉള്ളൂ. നമ്മുടെ അവിടുത്തെ അതേ റേറ്റിന് നല്ല സാധനങ്ങൾ ഇവിടെ കിട്ടും. നമ്മുടെ അവിടുത്തെ 2 ജാക്കറ്റ് മേടിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒറ്റ ജാക്കറ്റ് മേടിച്ചാൽ നമുക്ക് മൊത്തമായിട്ട് യൂസ് ചെയ്യാം. തണുപ്പും വലുതായിട്ട് അടിക്കത്തില്ല, ഒരു സീനുമില്ല. ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് മറ്റേ ഡെക്കാത്ലോണിൽ നിന്ന് ഒരു ജാക്കറ്റ് മേടിച്ചായിരുന്നു. ഒരു ഡിഗ്രി നോക്കിയാണല്ലേ അവിടെ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ മൈനസൊക്കെ പറഞ്ഞാണ് വാങ്ങിയത്. ഇവിടെ വന്നിട്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. എനിക്കിവിടെ മാക്സിമം ഇപ്പോൾ ഇതുവരെ 2 ഡിഗ്രി വന്നപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയത്. ആ 1 ഡിഗ്രി -1 വന്നായിരുന്നു. അന്ന് ഞാൻ ഇറങ്ങിയില്ല. ഈ 1 ഡിഗ്രി വന്ന ടൈമൊക്കെയാണ് ഇറങ്ങിയത്. അപ്പോഴും എന്നുവെച്ചാൽ തണുപ്പടിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഗ്ലൗ, ക്യാപ്പ് മേടിക്കുന്നെങ്കിൽ വാങ്ങാം. തണുപ്പ് സമയത്താണ് വരുന്നതെങ്കിൽ ഇവിടെ ഇറങ്ങുന്ന ടൈം ഒരു ക്യാപ്പും ഒരു ഗ്ലൗവും കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ മസ്റ്റെന്നേ പറയുള്ളൂ. എൻ്റെ നേരത്തെ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇറങ്ങിയപ്പോൾ ഉള്ള ആ ഒരു തണുപ്പും ആ ഒരു ടൈമുള്ള ആ ഒരു വായിൽ നിന്നൊക്കെ പുക വരുന്നുണ്ടായിരുന്നു. ആ ഒരു സീൻ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പം ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. പിന്നെ എന്ത് വേണം? പിന്നെ പൊടി ഐറ്റംസ് എന്ന് പറയുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, സാമ്പാർ പൊടി, ഗരം മസാല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഈ ഉപ്പ്, പഞ്ചസാര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. പിന്നെ ഇവിടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വില അത്രയ്ക്കൊന്നുമില്ല, ആവശ്യത്തിനുള്ള വിലകളാണ്. നമ്മുടെ നാട്ടിലെ വില എന്നൊക്കെ പറയാം. ചിലതിന് നമ്മളെ നാട്ടിലേക്കാളും വില കുറവുണ്ട്. പിന്നെ കരിവേപ്പിലൊന്നും ഞാൻ എന്തായാലും ഇതുവരെ കണ്ടില്ല. പിന്നെ അത്രയേ ഉള്ളൂ. സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. ഇങ്ങനെ നമ്മൾ വീട്ടിലത്തേക്ക് കുക്കിങ്ങിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് നല്ലത്. ഇവിടെ കിട്ടും, അതൊക്കെ വില കൂടുതലാണ്. പച്ചക്കറി മാത്രമേ വില കുറഞ്ഞുള്ളൂ. അതാണ് സീൻ. എണ്ണയൊക്കെ കൊണ്ടുവരിക. എണ്ണ ഇവിടെ കൊണ്ടുവരുമ്പോൾ കട്ടിയാവാതിരിക്കുള്ള ഐഡിയകൾ നിങ്ങൾക്ക് വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഐഡിയകളൊക്കെ കിട്ടും. എന്തായാലും നിങ്ങൾ റൂമിൽ ഒറ്റയ്ക്കായിരിക്കില്ല, കൂടെ എന്തായാലും ഒരാൾ കാണും. അല്ലെങ്കിൽ ഇവിടെ റൂമിൽ മറ്റേ ഒരു ബിൽഡിങ്ങിൽ മലയാളികളെല്ലാം കാണും. ആവശ്യത്തിനുള്ള മലയാളികളും കാര്യങ്ങളും എല്ലാം കാണും. അതുകൊണ്ട് പല ഐഡിയകളും കിട്ടും, പല കണക്ഷനും കിട്ടും, പല കാര്യങ്ങളും, പുതിയ പുതിയ അറിവുകളും എല്ലാം കിട്ടും. അതുകൊണ്ടൊന്നും വേറെ ഒരു വിഷയവും ഇല്ല. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവരാനുള്ളത്. പാത്രങ്ങളും കൊണ്ടുവരണം. കേട്ടോ, പാത്രങ്ങൾ ഞാൻ എടുത്ത് പറയാതെന്ന് പറഞ്ഞാൽ വീട്ടിലത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, പാത്രങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒരു കുക്കർ, 5 ലിറ്റർ വരുന്ന കുക്കറൊക്കെ കൊണ്ടുവരുന്നവരുണ്ട്. ഞാൻ 3 ലിറ്ററാണ് കൊണ്ടുവന്നത്. 5 ലിറ്റർ കൊണ്ടുവരുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം നിങ്ങളൊരു റൂംമേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ 2 പേരും ഒരുമിച്ചായിരിക്കും ഫുഡ് വയ്ക്കുന്നത്. അതാണ് നല്ലത്. 2 പേരും കൂടെ, ഇപ്പം വേറെ നാട്ടുകാരനായാലും ഹിന്ദിക്കാരനായാലും നമ്മളെ രീതിയിലുള്ള ഫുഡൊക്കെയാണ് അവർ വയ്ക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ പോകുന്നതാണ് നല്ലത്. 2 പേരും കൂടെ ഒരുമിച്ച് ഫുഡ് വയ്ക്കുക, ആ രീതിയിൽ പോവുക, അത്രയേ ഉള്ളൂ. അതാണ് നല്ലത്. അപ്പം 5 ലിറ്ററിൻ്റെ കുക്കർ, 3 ലിറ്ററായാലും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വാടേ, എന്തായാലും വാ. പിന്നെ ഒരു പാൻ്റെ സെറ്റ് കിട്ടും നമുക്ക് ഈ കടകളിൽ പോയി കഴിഞ്ഞാൽ. ഫ്രൈ പാനും മറ്റേ പാനൊക്കെ വരുന്ന ഒരു സെറ്റുണ്ട്. ആ സെറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ റേറ്റും കുറവാണ്. സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ 3 ഒരുമിച്ച് കിട്ടും, ഉപയോഗിക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു ചായപാത്രം ഒരു ചെറുത് വാങ്ങുക, അതിൽ തന്നെ വെള്ളം ചൂടാക്കുക. അല്ലെങ്കിൽ മറ്റേ കെറ്റിൽ കിട്ടുമല്ലോ, ചൂടാക്കുന്ന കെറ്റിൽ, അത് വാങ്ങിയാൽ അത്രയും നല്ലതാണ്. ഈ സ്ലോവയിലിൽ എനിക്കൊരു കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവൻ ഇൻഡക്ഷൻ കുക്കർ ഉൾപ്പെടെ മേടിച്ചോണ്ട് വന്നു. എന്നിട്ട് അവൻ എനിക്കൊരു ലിസ്റ്റ് അയച്ചു. അതിനെപ്പറ്റി പറയാതിരിക്കുന്നത്, അയ്യോ, പായസം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, എന്തൊക്കെയാണ്, അതനുസരിച്ചാണ് ഞാൻ ഇതെല്ലാം വാങ്ങിയത്. പക്ഷെ അവിടെ വേറെ സീനാണ്. നമ്മൾ സ്ലോവേനിയാണ്, ഇത് സ്ലോവാക്കിയാണ്. പിന്നെ മെയിൻ വേറൊരു കാര്യം പറഞ്ഞു തരാനുള്ളതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഉള്ളത് ക്യാപിറ്റൽ സിറ്റി ബ്രാറ്റിസ്ലാവയിലാണ്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ട് ഫ്രണ്ടിൽ സൂപ്പർ മാർക്കറ്റ്, അപ്പുറത്ത് ഇവിടെ ഒരു മോളുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഐക്കിയുടെ ഒരു ഷോപ്പ്. ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞാലും ഇങ്ങോട്ട് കഴിഞ്ഞാലും കടകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല. എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഒരു സാധനം, ചെറിയ സാധനം കുറവുണ്ടെങ്കിൽ നേരെ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കടയുണ്ട്, കയറുക, മേടിക്കുക, വരിക, അത്രേ ഉള്ളൂ. പക്ഷേ ചിലരൊക്കെ നല്ല ഈ ട്രണാവെ എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്, വേറെ കുറേ സ്ഥലമുണ്ടല്ലോ, എന്തൊക്കെയായിരുന്നു സാധനങ്ങളൊക്കെ കിട്ടാൻ. ഇന്നലെ നമ്മുടെ പയ്യൻ വന്നത് തുമ്മനൊക്കെ വന്ന സ്ഥലമില്ലേ അവിടെ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ, പേരെനിക്ക് കിട്ടിയില്ല. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തൊട്ടടുത്തുള്ള ലിഡിൽ എന്ന് പറയും. ലിഡിലാണ് എല്ലാവരും പോയി സാധനം മേടിക്കുന്നത്. ഇവിടെ ആയാലും എല്ലായിടത്തും ഉണ്ട് അങ്ങനെ ഒരു ഷോപ്പ്.
അപ്പം അവിടെ കുറച്ച് കിലോമീറ്ററൊക്കെ പോകണം. ചിലർ ബസ് കയറി പോയൊക്കെയാണ് സാധനം മേടിക്കുന്നത്. അങ്ങനെ കുറേ സീനൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ബസ്സിൽ കയറി പോകുന്ന വേറെ വള്ളിയാണ്. പോകുന്നവർക്ക് പോവാം. ഇവിടെ വന്നിട്ട് ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഇതുവരെ കയറിയില്ല. അത് എന്നുവെച്ചാൽ ബസ്സിൽ 1 മണിക്കൂറിന് ഇത്ര രൂപ വെച്ചാണ് 1.60 എന്താണ് 1 മണിക്കൂറിന് വരുന്നത്. പിന്നെ അല്ല ഇവിടെ മിക്കവരും ഇവിടെ വന്ന് ജോലി കിട്ടിയതിന് ശേഷം ബോൾട്ട് ബുക്ക് ചെയ്താണ് പോണത്. അതിനു മുമ്പേ കുറേ ദൂരം നടന്നു പോയ ഒരു കഥയൊക്കെ ഞാൻ കേട്ട്, കിലോമീറ്റർ കണക്കിന് നടന്ന കഥയൊക്കെ ഞാൻ കേട്ട്. അതൊക്കെ ആദ്യം പൈസയൊക്കെ കുറവല്ലേ. എന്ന് പിന്നെ പൈസയുടെ കാര്യം പറഞ്ഞാൽ ഒരു 70,000 രൂപ മാറ്റി കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഒരു 600 യൂറോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നു പോവും. അതുകൊണ്ട് എന്നുവെച്ചാൽ നമ്മൾ വന്ന ഉടനെ നമുക്ക് ജോലി ആവില്ല, കാർഡ് കിട്ടത്തില്ല. അപ്പോൾ കുറച്ച് നാൾ നിന്നാൽ എന്തായാലും അതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പൈസ കരുതുക. ഇതണക്ക് ഈ സാധനങ്ങൾ, പാത്രങ്ങൾ, ഫുഡ് കഴിക്കുക ഒരു പാത്രം, അങ്ങനത്തെ സാധനങ്ങൾ, ഫുഡ് വയ്ക്കേണ്ട പാത്രങ്ങൾ, ഇതൊക്കെ പറഞ്ഞതെല്ലാം കരുതുക. പിന്നെ ഇൻഡക്ഷൻ കുക്കറൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞത് ഇവിടെ ഒക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. അതുകൊണ്ട് ആ വള്ളിയൊന്നുമില്ല. അപ്പോൾ അത് കൊണ്ടുവരിക. പിന്നെ ഈ പാത്രങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ ഈ സെറ്റ് വാങ്ങാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെല്ലാം ഇൻഡക്ഷൻ കുക്കറിൽ വർക്കാവും. ഇവിടെ നമുക്ക് ഈ റൂം എടുക്കുന്നതിൽ ഒരു ഫ്ലോറിൽ കോമൺ ആയിട്ടൊരു കിച്ചൺ വരും. അവിടെ വെച്ചാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കറാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ അങ്ങനത്തെ സാധനം മേടിക്കുന്നതാണ് സേഫ്. പിന്നെ വരുമ്പോൾ ഈ അച്ചാർ, മിക്സർ, പിന്നെ എന്താണ് ചിപ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. അച്ചാർ, മീനും ബീഫൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് അത്രയും നല്ലതാണ്. പിന്നെ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങളിതിൽ കമൻ്റ് ഇടുകയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ID ഇവിടെയെങ്കിലൊക്കെ കാണും, കയറുക, മെസ്സേജ് അയയ്ക്കുക, എന്നാൽ നമുക്കും കൊണ്ട് തരിക. നമ്മളെയൊക്കെ ഇതെല്ലാം തീർന്നൊക്കെ തുടങ്ങി. അപ്പം നിങ്ങൾ വരുമ്പോഴേക്കും തീരും. അപ്പം അതുകൊണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക, നമുക്കും കൊണ്ട് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഇപ്പോൾ ഇത്രയും കുറേ പറഞ്ഞില്ലേ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. എൻ്റെ ഇൻസ്റ്റ ID വേണമെങ്കിൽ പറഞ്ഞാൽ അത് ഇൻസ്റ്റ ID തരാം. നമുക്ക് സംസാരിക്കാം, എന്ത് വേണമെങ്കിലും പറഞ്ഞു തരാം. കാരണം ഇവിടെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇവിടെ കുറേ പേരുണ്ട്. വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം, ഇവിടെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ ജോലി കിട്ടും, കിട്ടാതിരിക്കാം, ഭാഗ്യം പോലെ ഇരിക്കും. ഭാഗ്യവും നമ്മുടെ ഏജൻസിയും അതൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ നോക്കിയും കണ്ടും നമ്മളെ ഏജൻസി സെലക്ട് ചെയ്യുക, നോക്കുക, അന്വേഷിക്കുക, ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കുക. അവരെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്പർ മേടിക്കുക, എന്നിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഏജൻസി, നിങ്ങൾ വന്ന ഏജൻസി പറഞ്ഞു ഞാൻ പറഞ്ഞു തരത്തില്ല. കാരണം വള്ളിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കാം. അതുകൊണ്ട് ഏജൻസി ഏതാണെന്ന് പറഞ്ഞു തരത്തില്ല. നിങ്ങൾ ഒരു ഏജൻസി കണ്ടുപിടിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ജെന്യുവൻ ആണെങ്കിൽ തോന്നുന്നെങ്കിൽ ഒരു ഏജൻസി നോക്കുക, വരുന്നെങ്കിൽ വരിക. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഏജൻസിയുടെ ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക, നോക്കുകയാണെങ്കിൽ ഇവിടെ തിരക്കാം. ഏജൻസിയുടെ ആളുടെ പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരക്കി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ അറിയിക്കുക. എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. എന്ത് സംശയമാണെങ്കിലും ചോദിക്കുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ, അപ്പോൾ അടുത്ത വീഡിയോ കാണണമെങ്കിൽ ഒരു കാര്യം, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.